നമ്മള് പ്രതിഫലം ഭയങ്കരമായിട്ട് ആർത്തിയും കാര്യങ്ങളൊന്നുമില്ല പൈസക്ക്. അപ്പോ എനിക്ക് പറയാനുള്ളത്, പല പ്രോഗ്രാമിൽ നിന്നും നമ്മള് 10ഉം 15ഉം 25ഉം മേടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റേതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളും പിന്നെ എന്റെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന ഷമീറൊക്കെ ലൈവിൽ വിളിച്ചിട്ട് അവര് കുറച്ച് എന്റെ ഷോർട്ട് ഫിലിംസ് കാണാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാലോ, ബാഡ് ബോയ്സ് പടത്തിൽ അഭിനയിച്ചു, ബാക്കി കുറെ ഷോർട്ട് ഫിലിംസോ. അപ്പോ അത് വെച്ചിട്ട് ഒരു എന്താ പറയുന്ന ഓട്ടവും ഭാവങ്ങളും കണ്ടു കഴിഞ്ഞാല് അവര് വലിയ ആളായി പോയത് പോലെ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, എനിക്ക് 7500 പ്രതിഫലം തരാന്ന് പറഞ്ഞാണ്. അവര് മാന്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വ്യൂവും കയറിയിട്ടുണ്ട്, 1 ലക്ഷത്തിക്കുള്ള വ്യൂവും കയറിയിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ പൈസ തരിക, നഷ്ടപരിഹാരം തരിക, 7500 രൂപ തരിക. മനസ്സിലായി? അല്ലെങ്കിൽ പല ചാനലുകളിലും അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവര് കാണിക്കുന്ന ചെറ്റത്തരമാണ് കാണിക്കുന്നത്. മനസ്സിലായ? വിളിച്ചു വരുത്തിയിട്ട് തിന്നാൻ പറയുന്നത് ഞാൻ ഒരു ലൈവിലും തിന്നാറില്ലല്ലോ. ഇപ്പൊ തൊപ്പീനെ വിളിച്ചു ചോദിക്കും, തൊപ്പിയുടെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും നീ തെമീറെ. മനസ്സിലായ? തൊപ്പി അച്ചായനും ഞാൻ ലൈവിൽ പോയിട്ടുണ്ട്. നമ്മള് ഒന്നും തൊപ്പി എനിക്ക് 5000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വണ്ടിക്കാശിൽ വന്നിട്ടുണ്ട് തൊപ്പി. പിന്നെ അതൊക്കെ നല്ല രീതിയിലുള്ള ഇത് മറ്റേ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് പിന്നെ നമ്മള് ഇവന്റെയൊക്കെ ട്രാപ്പ് മനസ്സിലാക്കിയോണ്ട് വാക്ക് കൊടുത്തതല്ല, അതുകൊണ്ട് നമ്മൾ പോയതാ. പക്ഷെ അപമാനിച്ച സ്ഥിതിക്ക് നമ്മള് ഒന്നെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെന്റ് തരിക, അല്ലെങ്കിൽ നിനക്കെതിരെ കേസ് കൊടുക്കുക. ഞാൻ ഷമീറെ, മമ്മു, അവിടെ ഗ്യാങ്ങേ. കാരണം നമ്മള് എന്താ പറയാ, ഒരു മറ്റേ ജോളോ ചിപ്സ് ഞാൻ കഴിക്കാൻ ചാകാനായിട്ട്, അത് കഴിച്ചു കഴിഞ്ഞാല് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരും. അത് ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുടലിനൊക്കെ എന്തെങ്കിലും സംഭവിക്കും. അതൊക്കെ പല ഇതിലേക്ക് പോയാല് നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഷമീറെ കഴിച്ചില്ല. ബുദ്ധിയുള്ളവനെ നിനക്ക് അറിയില്ല. മനസ്സിലായ? ബുദ്ധിയും വിവരവും കൂടുതലുള്ള ആൾക്കാരെ നിനക്ക് അറിയില്ല. നീ നിന്റെ ഗ്യാങ്ങിലേക്ക് നിരഞ്ജൻ മണിയമ്പരാജുവിന്റെ മൊന്നല്ല. ഇനി ഒറ്റ ഒരു നടന്മാരും തൊപ്പിയുടെ ഗ്യാങ്ങിലേക്ക് പോകരുത്. അവര് പണി തരും. കാരണം എന്നെ ഇങ്ങനെ ഒരു പണി തന്നെങ്കിൽ വേറൊരാൾക്ക് അവര് വായിൽ കുത്തിക്കയറ്റി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ ഗ്യാങ്ങിലേക്ക്, ഒരു ലൈവിലേക്ക് ഒരൊറ്റ കുഞ്ഞുങ്ങളും പോകരുത്. കാരണം എന്റെ ഒരു അനുഭവം കൊണ്ട് പറയാം, ഒറ്റ ആൾക്കാരും ലൈവിൽ പോകരുത്. എത്ര ലക്ഷം തരാമെന്ന് അങ്ങനെ പോകരുത്. കാരണം എനിക്ക് പറ്റിയൊരു അവസ്ഥ എനിക്ക് പറ്റരുത്. കാരണം ഞാൻ ട്രാവൽ എക്സ്പെൻസ് ചോദിച്ചുള്ളൂ. ഞാൻ 10,000 പഠിക്കണം. ഞാൻ അവന്റെയൊക്കെ ലൈവിൽ 5000 രൂപ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷെ എന്നിട്ട് 1000 രൂപ എന്ന് എന്നെ പഠിച്ചു, 1500 രൂപ വന്നിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും പറയാനുള്ളത്, ഒന്നെങ്കിൽ പൈസ തരിക, ചെറ്റത്തരം കാണിക്കില്ല ഷമീറെ. മനസ്സിലായ? നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പൊക്കോ അല്ലെങ്കിൽ എന്നെങ്കിലും പ്രായം കുറവായിരിക്കും. പക്ഷെ ഉളുപ്പുണ്ടോ നിനക്ക്? പൈസ തരാതെ പറ്റിക്കാണ്ട് ഒരു പൈസ തരാന്ന് പറഞ്ഞാൽ വിളിച്ചേക്കണത്. പൈസ മേടിക്കാണ്ട് വന്നത് എന്റെ മിസ്റ്റേക്ക്. ഇനി ഒരു പരിപാടിക്ക് ഞാൻ പൈസ മേടിക്കാണ്ട് പോകില്ല. എനിക്കിത് ഇപ്പൊ വെള്ളിയാഴ്ച ഒരു ലൈവ് ഉണ്ട്, ലൈവ് അല്ല ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടേ പോകുള്ളൂ. അല്ലാണ്ട് നിന്നെ പോലത്തെ ഈ പരിപാടി, ഈ കളയ പരിപാടിയിൽ നമ്മൾ വിളിക്കൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ നമ്മള് വേറെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, നമ്മുടെ മണവാളന്റെ ഒക്കെ ലൈവ്. അവിടെ അവര് പിന്നെ മണവാളൻ നമ്മളെ മറ്റേ കൊണ്ടുപോവുകയും തിരിച്ചാക്കുകയും എല്ലാം അവര് തന്നെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മണവാളൻ ലൈവിലൊക്കെ പോയത്. അതുകൊണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ ചെറ്റക്കളികൾ പോയതല്ല. മനസ്സിലായി? ഇവരൊക്കെ ഒന്നെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യൂബർ സെറ്റ് ചെയ്യാൻ പാടില്ലേ, അത് സെറ്റ് ചെയ്യില്ല. കാർ സെറ്റ് ചെയ്തു, കാറിന്റെ പൈസ കൊടുക്കും ഇല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത്. വേറെ ലൈവിലൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കണ്ടാവും, അവരെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്റെ ഇഷ്ടോടാ. മനസ്സിലായ? വേറെ മണവാളാണെങ്കിലും അവരുടെ ലൈവ് ചെയ്യാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊക്കെ പോയത് എന്റെ ഇഷ്ടം. പൈസ മേടിക്കണ്ടേ, പൈസ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കടലാസ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന പൈസ. അപ്പൊ അതിന് എല്ലാത്തിനും പൈസയുടെ മൂല്യം വെച്ചിട്ടല്ല ഞാൻ പോകുന്നത്. കാരണം ഞാന് പല മറ്റേ ബോയ്സിനെ നമ്മൾ നേരിട്ട് കാണാൻ പോകാറുണ്ട്, നേരിട്ട് മീറ്റ് ചെയ്യാറുണ്ട്, ബോയ്സ് ഗേൾസ് അങ്ങനെ ഗ്യാങ്ങിലേക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ പൈസ പിടിച്ചിട്ടല്ല പോണത്. മനസ്സിലായോ? നിന്റെ അത് മാത്രമല്ല, ഇപ്പൊ ലൈവ് സ്ട്രീമിങ് ഒരു മറ്റേ നമ്മളെ കോമഡി ആക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മള് അത് മലയാളന്റെ ഗ്യാങ്ങില് ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. മറ്റേ പ്രാങ്ക് 2 ചെയ്തു. അതൊന്നും പൈസ മോഹിച്ചിട്ടൊന്നുമല്ല. അത് നമ്മുടെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ചെയ്തു എന്നും പറഞ്ഞ് ഒരു ഗ്യാങ്ങിന് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ എല്ലാ ഗ്യാങ്ങിനോട് ഇഷ്ടപ്പെടുന്നുണ്ടായി. എനിക്ക് നിങ്ങൾ ഫാൻ ബേസും വേണ്ട, ഒന്നും വേണ്ട. പറ്റുമെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക.